ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ആയില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം മടിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം മെയിനായിട്ട് യൂട്യൂബ് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയുകൊണ്ട് ഞാൻ മിക്കപ്പോഴും വീഡിയോ എടുക്കാൻ മറന്നു പോകും. അപ്പോൾ അതാണ് മെയിൻ സംഭവം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളിന്ന് നേരെ ദുബായിലോട്ടാണ് വിടുന്നത്. ദുബായിൽ നമ്മൾ അവിടുത്തെ ഒരുപാട് ഇവിടെ ഉള്ളവർക്ക് മിക്കവർക്കും അറിയായിരിക്കും. നമ്മൾ ഡോവ് ക്രൂസിൽ ഒരു 2 hours റൈഡിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഡോവ് ക്രൂസ് എന്ന് പറയുമ്പം അറിയാത്തവർക്കായിട്ട് പറയുകയാണേ, ഒരു ഷിപ്പല്ല, അതിൻ്റെ ചെറിയൊരു വെർഷനിൽ 2 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഫുഡും പിന്നെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്കായിട്ട് ഈ വ്ളോഗ് ഫുള്ളൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോകാനും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് മനസ്സിലാവും ഒരു ബ്രീഫായിട്ട്. അപ്പോൾ നമ്മൾ ഇക്കാടെ കസിനെയും കൂടെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ കസിനെയും കൂടെ എടുത്തിട്ട് നമ്മൾ നേരെ അവിടെ പോയി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് അവർ നമുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ തന്നു കേട്ടോ. അവിടെ ഒരു സെക്യൂരിറ്റിയൊക്കെ സംഭവം ഇപ്പോൾ ഉണ്ടായിരുന്നുണ്ടോ, പുള്ളിക്കാരൻ നമുക്ക് ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഒരു 5 തൊട്ട് 7 മണി വരെയുള്ളൊരു സ്ലോട്ടാണ് എടുത്തത്. അപ്പോൾ ഇത് നമുക്ക് വാട്സപ്പ് വഴി ബുക്കിംഗ് ഉണ്ട്. അപ്പം അവരുടെ ഒരു ഏജൻറ്റ് കണക്ക് അവരുടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് ഓരോ 2 മണിക്കൂറുണ്ട്. അപ്പം 5 to 7 ഉണ്ട്, 7 to 9 ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സ്ലോട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 to 7 എടുത്തത്. അപ്പം അവിടെ ചെന്നപ്പോൾ ഇത് കണക്ക് ഒരുപാട് പേര് പിക്നിക് കണക്ക് തന്നെ നമ്മൾ എന്നപ്പോൾ ഒരുപാട് മലയാളി അവർ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് ഗ്രൂപ്പായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പോകുന്നതിൽ ഈ ഡോവ് ക്രൂസിൽ ബർത്ത്ഡേ സെലിബ്രേഷൻസോ അല്ലെങ്കിൽ ആനിവേഴ്സറി സെലിബ്രേഷൻസോ ഒരു കുഞ്ഞ് പാർട്ടിയൊക്കെ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ കേട്ടോ അതിനകത്തൊക്കെ. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമ്മൾ പോയ ഈ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് വഴിയേ പറയുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പോൾ വിൻ്ററൊക്കെ തീർന്നിട്ട് സമ്മറിലോട്ടൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ചൂടൊക്കെ കൂടി വരുന്ന സമയമുണ്ട്. നമ്മൾ വിചാരിച്ചു ഈ ഒരു സമയത്ത് നല്ല ചൂടായിരിക്കും, വെയിലൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇപ്പം വലിയ ചൂടായി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെന്ന ആ ഒരു ദിവസം അത്ര ചൂടില്ലായിരുന്നു. പക്ഷെ നമുക്ക് ചെന്നുകൊണ്ട് സൺസെറ്റും എല്ലാം നല്ല രീതിയിൽ കാണാനും ഒക്കെ നല്ല വേറൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. രാത്രി പോകുമ്പം ആ രാത്രി തന്നെ ലൈറ്റും നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ പോയ ടൈമിൽ രാത്രി തന്നെ ആ ലൈറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, കൂടാതെ സൺസെറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ ദുബായിൽ നമ്മൾ രാവിലെ വരുമ്പോഴും അവിടുത്തെ ഓരോ ബിൽഡിംഗ് ആണെങ്കിലും അവിടുത്തെ ഓരോ കാഴ്ചകളും രാവിലെ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. അതേപോലെ രാത്രി ദുബായിലെ നൈറ്റ് ലൈഫും അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണ്, ഇപ്പം ദുബായിലെ നൈറ്റ് ലൈഫാണോ, ഇപ്പം ആ ഒരു രാവിലെ കാണാനാണോ രാത്രി കാണാനാണോ ഇഷ്ടമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് രണ്ടിലും ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ നമുക്ക് രാവിലെ കാണാനും നല്ല രസമാണ്, രാത്രി പക്ഷേ ലൈറ്റോടെ കാണുമ്പോൾ അതിലും നല്ല രസമാണ്. അപ്പം രണ്ടും അടിപൊളിയാണ് കേട്ടോ. അതാണ് ഈ കാണുന്ന ഓരോ ഈ ചെറിയ ക്രൂസ് ഉണ്ടല്ലോ, ഇതിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ ഇതല്ല, ഈ ഒരു വുഡൻ്റെ സംഭവത്തിലല്ല, ഒരു വൈറ്റ് കളറിൽ അതിൽ കാണുന്നത്. ഇതിപ്പോൾ കുറച്ച് പഴയ മോഡൽ ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും ഏകദേശം 60 ആ റേഞ്ചൊക്കെയാണെന്ന് തോന്നുന്നു പെർ ഹെഡ്. അപ്പോൾ നമ്മൾ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത ആൾ നമ്മളവിടെ എത്തുമ്പം വരുന്നുണ്ടോ ഇല്ലേ നമ്മളൊന്നും അവിടെ അവർ ഒരു ഉറപ്പാക്കാൻ വിളിക്കും. കാരണം അവർക്ക് ഫുഡ് അതിനനുസരിച്ചിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ വരുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് അത്രയും ഫുഡ് വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളെ വിളിച്ച് 2-3 പ്രാവശ്യം വിളിച്ച് കൺഫേം ചെയ്യും നമ്മൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ ഏജൻറ്റിനെ പോയി കണ്ടു. അപ്പോൾ അവിടെ തന്നെ പേയ്മെൻറ്റ് ചെയ്തു. അവർക്ക് പേയ്മെൻറ്റ് അവിടെ ചെന്നിട്ട് കാർഡ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ പോയത് പെർ ഹെഡിന് 49 dirhams പോയത്. അപ്പം അത് ഒരാൾക്ക് 49. അപ്പം നമ്മൾ ആ കാണുന്ന നിറഞ്ഞിരിക്കുന്ന അവരുടെ ആ ഒരു ഷിപ്പാണ് നമുക്ക് ക്രൂസ് നമുക്ക് പറഞ്ഞു തന്നത്, നമ്പർ പറഞ്ഞു തന്നു. അപ്പോൾ അതിൽ ഓൾറെഡി ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ വെച്ചു ഭയങ്കര അത് റഷായിരിക്കും. ആ ക്രൂസ് അത്യാവശ്യം ഫുള്ളായിരുന്നു. നല്ല ആൾക്കാർ നല്ല ഫില്ലായിട്ടിരിക്കുമായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമുക്ക് അതല്ല, വേറെ പകരം നിങ്ങൾ വേറെ കയറിക്കുമോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദാണ്ടി കാണുന്ന വൈറ്റ് കളറാണ് നമുക്ക് തന്നത്. അപ്പം അതിൽ അങ്ങനെ അത്രയും ആൾക്കാരോ വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം ഉള്ളവരേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് സീറ്റ്സ് വേക്കൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ. നല്ല മറ്റേ ഷിപ്പ് കണക്ക് അത്രയും നിറച്ച ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ താഴെ ആദ്യം നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, മോളിൽ പോകാൻ, കാരണം ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് മോളിൽ ഇരുന്ന് ആസ്വദിക്കാനാണല്ലോ. പിന്നെ ഞങ്ങൾ മുകളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോളിൽ ചെന്നപ്പം നമുക്ക് വേണ്ടി ടേബിൾസും ചെയർസും ഒക്കെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തൊക്കെ ഇട്ട് നല്ല രസമായിട്ടൊക്കെ തന്നെ ഇട്ടിരുന്നു. അപ്പം നമുക്ക് ഏത് സീറ്റിൽ വേണം, എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അവർ നമുക്കുള്ളൊരു
സീറ്റ് കാണിച്ചു തന്നു. നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ. പക്ഷേ ആൾ വരുന്ന ആ ഒരു ആൾക്കാരനുസരിച്ചിട്ടാണ് അവരിപ്പോൾ 2 പേരുണ്ടെങ്കിൽ 2 പേരുടെ ഇത്, 3 പേരുണ്ടെങ്കിൽ 3 പേരുടെ അങ്ങനെ. അപ്പം നമ്മൾ 4 പേരുള്ളതുകൊണ്ട് 4 പേർക്കുള്ള സീറ്റാണ് നമുക്ക് തന്നത്. അപ്പം സൈഡിലും കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിരുന്നു. അപ്പം നടുക്ക് നമ്മൾ ഇരിക്കുന്നില്ല, സൈഡിലിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലെ ക്യാപ്റ്റനൊക്കെ വന്നു. ക്യാപ്റ്റൻ പയ്യെന്ന് നമ്മളതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. പുള്ളിക്കാരൻ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റിയറിങ്ങൊക്കെ തിരിക്കുന്നതും കാര്യമൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഫുള്ള് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും കുറച്ച് ഷോ ഒക്കെ കാണിക്കലൊക്കെ ആയിരുന്നു നമ്മളവിടെ ഇരുന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ക്രൂസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആദ്യം നമുക്ക് അറിയുന്നില്ല കേട്ടോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. പിന്നെ എടുത്ത് കുറച്ച് ബാക്കിലോട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ മോൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ത്രില്ലടിച്ചിരിക്കുകയാണ് കേട്ടോ. ആളിങ്ങനെ ബോട്ടിലൊക്കെ പോകുന്നു, ഇങ്ങനെയൊക്കെ ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ഒക്കെ ആയതുകൊണ്ട് ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ബോട്ടിലൊക്കെ പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ സൺസെറ്റിൻ്റെ ആ ഒരു ടൈമിലും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങളെത്തി പോയപ്പോൾ അവിടെ ആരൊക്കെയോ ചൂണ്ടയിടുന്ന കണ്ടായിരുന്നു, അവർ സൈഡിൽ ഇരുന്നുകൊണ്ട്. പിന്നെ നമ്മൾ ബുർജ് ഖലീഫ വ്യൂ ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയത്. പക്ഷേ ഇത് വെർത്താണോ എന്ന് ചോദിച്ചാൽ അറിയില്ല നമുക്ക്. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാം, ലൈഫിലൊരിക്കൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലതായിരിക്കും. ആ ഒരു ഡിന്നറോ അല്ലെങ്കിൽ ഡിന്നറായി അല്ല, പക്ഷേ നമ്മൾ കയറി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഫുഡ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ക്യൂ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അവിടെ. ഫുൾ എല്ലാവരും നിന്ന് അവരുടെ ഓരോരുത്തരായിട്ട് ഫുഡ് എടുക്കുന്നുണ്ടായിരുന്നു, സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വേണ്ട ഈ ഒരു ബോട്ട് നമ്മൾ പെട്ടെന്ന് വള്ളംകളി നമുക്ക് ഓർമ്മ വന്നു നമ്മുടെ നാട്ടിൽ. അതേപോലെ ആൾക്കാർ ആ ഒരു കറക്റ്റ് രീതിയിലെല്ലാം ഒരുമിച്ച് നിന്ന് തുഴയുന്നു, ബോട്ടൊക്കെ തുഴയുന്നു. അങ്ങനെ വേണ്ട ഈ ബുർജ് ഖലീഫയുടെ നല്ല അടിപൊളി വ്യൂവും നല്ല ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. നല്ല ഫുഡെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. അത് വഴി കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനും ഈ ക്യൂ നിൽക്കുന്ന സമയം കൊണ്ട് നമ്മൾ കുറേ എടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാവിലെ ബിൽഡിംഗ് കാണാൻ ഒരു ഭംഗിയാണ്, രാത്രിയും വേറൊരു ഭംഗിയാണ്. അപ്പോൾ ഫുഡ് ഇതൊക്കെയായിരുന്നു. ഒരു റൈസ് ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് അല്ല ബിരിയാണി റൈസും, പിന്നെ നൂഡിൽസും നഗറ്റ്സും കബാബും സാലഡും കസ്റ്റർഡും ഫ്രൂട്ട്സും ഒക്കെ ആയിരുന്നു കേട്ടോ. കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് അവർ കൊക്കക്കോള ആണെന്ന് തോന്നുന്നു, കോളയും പെപ്സിയും കൊണ്ടുവന്ന് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ജ്യൂസും ഐസ്ക്രീമൊക്കെ അവർക്ക് വേണമെന്ന് ചോദിച്ചായിരുന്നു. പക്ഷേ അതൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ആയിരുന്നു കേട്ടോ, 10 dirhams ഒക്കെ എന്തായിരുന്നു. പക്ഷെ നമ്മളതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിച്ച് തീരാറായപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ വന്ന് നല്ല ഡാൻസ് കളിച്ചായിരുന്നു. അതിൻ്റെ പേര് എനിക്കൊന്ന് തനൂറ ഡാൻസ് എന്നാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ താഴെ ഒന്ന് പറയണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുബൂസ് കിട്ടിയില്ല, കുബൂസ് എടുത്തുകൊണ്ട് വരുന്നവരെ പാട്ടോ അവർ. അങ്ങനെ പുള്ളിക്കാരൻ കുറച്ച് നേരം ഈ ഒരു ഇത് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കണ്ടുകൊണ്ട് മോനും നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇത് രാത്രിയാകുമ്പോൾ കുറച്ച് രസമായിരിക്കും. കാരണം ഇവരുടെ ഈ ഡ്രസ്സിൽ ഈ ഒരു സ്കേർട്ടിൽ ലൈറ്റ്സൊക്കെ വരുമ്പം നല്ല രീതിയിൽ അറിയാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ്സ് വരും. ഇപ്പോൾ ലൈറ്റില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് വരുമ്പോൾ. പക്ഷേ രാവിലെ ആയതുകൊണ്ട് നമുക്ക് അത്ര കാണാൻ പറ്റിയില്ല. പക്ഷേ രാത്രിയാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും, നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. പുള്ളിക്കാരൻ ഇങ്ങനെ കറങ്ങുന്നത് കണ്ടിട്ട് നമ്മുടെ തലവരെ കറങ്ങിപ്പോവും. പക്ഷെ എന്നിട്ടും പുള്ളിക്കാരന് തല കറങ്ങുന്നില്ല എന്നായിരിക്കുമ്പോൾ നമുക്ക് ഒരു ഇതാട്ടോ അറിയില്ല. ഇവരുടെ രീതിയിൽ ഇവരുടെ ട്രഡീഷൻ ഡാൻസ് ആയിരിക്കും ഇവരുടെ ആ ഒരു കൺട്രിയിൽ. പക്ഷേ നല്ല രസമാണ്, നല്ല കഴിവുള്ളതുകൊണ്ടാണല്ലോ വന്നത്. ഞാൻ പറഞ്ഞ നേരത്തെ ലൈറ്റ് വരുമെന്ന് വന്നത്. ഇപ്പോൾ ലൈറ്റ് വന്ന് രാത്രിയാകുമ്പോൾ കുറച്ചുകൂടെ നല്ലോണം കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പകലായതുകൊണ്ട് അത്ര നല്ലോണം കാണാൻ പറ്റാത്തത്. അങ്ങനെ നല്ല രീതിയിൽ ഇതാക്കി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ ഒരു സ്കേർട്ട് ഊരിയിട്ട് നമുക്ക് വേറെ ആരെങ്കിലും തരും, നമുക്ക് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനോ നമുക്കും കൂടെ നിന്ന് അവരോട് ഡാൻസ് കളിക്കാനോ എന്ന് വെച്ചിട്ട്. പക്ഷെ അതാരും നിന്നില്ല, ആർക്കും അത് താല്പര്യമില്ലായിരുന്നു, വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അത് ഇതാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എല്ലാവരുടെയും മുകളിൽ ഈ സ്കേർട്ട് കറക്കിക്കൊണ്ട് വന്നിട്ട് ടിപ്പ് എന്തെങ്കിലും വാങ്ങിക്കുന്ന രീതിയിൽ. അപ്പോൾ എല്ലാവരും ചെറുതായിട്ട് ടിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരന്.
പുള്ളിക്കാരൻ ഇത് കറക്കി കറക്കി നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെയല്ല, നല്ല ഈ സ്കേർട്ടിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഇത് നമ്മുടെ തലയിൽ തട്ടുമോ തലയെ വീഴുമോ എന്നൊക്കെ ഒരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. തലയിൽ വീണോ വേദനിക്കുമോ എന്തായിരിക്കും എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ ആൾ നല്ല ബാലൻസ് ആക്കിയിട്ട് നല്ല ഇതാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓരോ ടേബിളിലും പോയിട്ട് ആൾ ഇതാക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് ചെറിയ ചെറിയ ടിപ്പുകളെല്ലാവരും കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് താണ്ട് ഈ ഒരു സ്ഥാനത്തിൻ്റെ വരവ്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര ഇത് ശരിക്കും നമ്മൾ എൻ്റർടൈൻ തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ കുറേ ചിരിപ്പിച്ചു. മറ്റത് നമ്മൾ കണ്ട് നിന്ന് ആസ്വദിച്ചൊക്കെ ഇരുന്നെങ്കിലും ഇത് നല്ലൊരു രസമായിരുന്നു കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആളാണോ ആരാന്നറിയില്ല. മറ്റേ നേരത്തെ പോയ പുള്ളിക്കാരനും ആണോ എന്നറിയില്ല കേട്ടോ. പക്ഷെ ഇത് നല്ല രസമായിരുന്നു. പുള്ളിക്കാരൻ എല്ലാ ടേബിളിലും പോയിട്ട് എല്ലാവരുടെ കൂടെ ഡാൻസ് കളിക്കലും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരാൾ പെപ്സി എടുക്കാനും ജ്യൂസ് എടുക്കാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. നേരത്തെ മറ്റേ പുള്ളിക്കാരൻ വന്നപ്പോൾ അതിൻ്റെ കൂടെ കുബൂസ് എടുക്കാനായിട്ട് പോയി. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തിരുന്ന ഒരു ഫാമിലി, മലയാളി ഫാമിലി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ പുള്ളിക്കാരൻ്റെ കൂടെ ഇരുന്ന് അവരുടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നമുക്ക് നിന്ന് തരും. നമ്മളിവിടെ വീഡിയോ എടുക്കാനും ആണെങ്കിലും നമ്മളിവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും എല്ലാം ചെയ്തു തരും. നല്ല രസമായിരുന്നു. കുറച്ച് നേരം നല്ല കണ്ടുകൊണ്ടിരിക്കാനും ഒരു തമാശ നല്ല ഫണ്ണി ആയിട്ടുള്ള സംഭവമായിരുന്നു അത്. എൻ്റെ മോൻ്റെ നോട്ടം കണ്ടാലേ അറിയാതെ എന്ത് ജീവിയാണെന്നുള്ളത്. പക്ഷേ ആളെ പ്ലിങ്ങടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടും മറ്റേ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആ ചേച്ചിയുടെ അടുത്തും പോയിട്ട് ഭയങ്കര ഇതൊക്കെയായിരുന്നു. അപ്പോഴും എൻ്റെ മോന് എന്താ വീട്ടിൽ ഇതെന്തോ സംഭവം എന്നായിരുന്നു എൻ്റെ മോൻ്റെ മനസ്സിൽ. അങ്ങനെ നമ്മുടെ ടേബിളിലെത്തി. ഇപ്പോൾ രണ്ടുപേരുടെയും കൂടെ ഇരുന്നും അതിൻ്റെ നടുക്കിരുന്നും ഒക്കെ ഫോട്ടോ എടുക്കലും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതിന് രണ്ടുപേരും നല്ല ഇക്കാണെങ്കിലും ഷാമക്കാണെങ്കിലും നല്ല വളിച്ച് നല്ല ഇതായിട്ടിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മൊത്തത്തിലൊരു ചമ്മലായിരുന്നു. നമ്മുടെ ഈ ക്രൂസിൽ തന്നെ അറബി ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അറബി ഫാമിലിയുടെ കൂടെ പുള്ളിക്കാരൻ പോയി നല്ല അറബിയായിട്ട് ഡാൻസ് കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ നല്ല സൺസെറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ കൂടെ ബുർജ് ഖലീഫയുടെ ആ വ്യൂവും ഫോട്ടോ എടുക്കാനും ഒക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്കൊരു അവരുടെ ക്യാമറയിൽ വന്ന് ഫോട്ടോ എടുത്തു തരും കേട്ടോ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിയാറാകുമ്പോഴത്തേക്കും അവർ വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും. ഇത് ഒരു ഫോട്ടോയ്ക്ക് 25 ദിറംസ് വെച്ചിട്ടാണ് അവർ ഇതാക്കിയത്. അപ്പോൾ 4 ഫോട്ടോയ്ക്ക് ഒരു 75 ഇതെങ്ങനെയൊക്കെ ചോദിച്ചു. ലാസ്റ്റ് 75 തരുമോ എന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് ലാസ്റ്റ് 4 ഫോട്ടോയും കൂടെ 30 ദിറംസിന് നമ്മൾ ഒപ്പിച്ചു. കാരണം അവിടെ ഇരിക്കുന്ന ബാക്കി ഓരോരുത്തർ 100 ദിറംസും 75 ദിറംസൊക്കെ കൊടുത്തു. നമ്മൾ ബാർഗെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് 30 ദിറംസിന് കിട്ടി. അല്ലെങ്കിൽ നമ്മളോടെ കളി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എത്താറായപ്പോഴത്തേക്കും താഴെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് താഴെ പോയിട്ടോ. അപ്പം നമ്മൾ നല്ല ഇങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോകാൻ പേടിയാട്ടോ. കാരണം ഇപ്പോഴത്തെ ഈ പ്രായമുള്ള പിള്ളേരൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഓടിച്ചാടി അവർക്ക് ഇതിൻ്റെ കാണാനും ഇതാക്കാനും ഒക്കെ ഉള്ളൊരിത് കാണുമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ മോനെ നല്ല പിടിച്ചിട്ടൊക്കെ ആയിരുന്നു നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ കണക്കൊരു ബർത്ത്ഡേ പാർട്ടി നടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പാർട്ടി ഹാളായതുകൊണ്ട് നമുക്ക് ആക്സസ് ഇല്ലായിരുന്നു. പ്രൈവറ്റായിട്ട് നടത്തുന്നതായതുകൊണ്ട്. പിന്നെ നമുക്ക് തൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് ഉള്ളത്. പക്ഷേ എനിക്ക് ഫ്രണ്ടിനെക്കാട്ടി മോളിരിക്കുന്നതാണ് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ ജസ്റ്റ് ഫോട്ടോ ഇവിടെയും വന്ന് കുറച്ച് 2-3 ഫോട്ടോ എടുത്ത് പിന്നെ അങ്ങ് അവിടത്തേക്ക് നമ്മൾ അവിടെ എത്തി. പിന്നെ നമുക്ക് പക്ഷേ മുകളിലാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ 2 മണിക്കൂറിൻ്റെ ഈ ഒരു ഇത് കുഴപ്പമില്ല. ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്നു. പക്ഷേ കൊള്ളായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ ഫുള്ളായെന്ന് പറഞ്ഞ ആ ഒരു ക്രൂസിൽ അത് ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. നമ്മുടെ ക്രൂസ് ഷിപ്പ് പയ്യെ കരയിലോട്ടൊക്കെ ഇങ്ങനെ അവർ അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുവരുവാണ്. അങ്ങനെ കൊള്ളായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഫുഡും ഭയങ്കര അടിപൊളി എന്ന് പറയാനായിട്ടില്ല, ആവറേജ് ആയിരുന്നു ഫുഡ്. കുഴപ്പമില്ല എന്നുള്ള രീതിയിലേ ഉള്ളൂ. ഭയങ്കര അടിപൊളിയൊന്നുമല്ല. പിന്നെ 49 ദിറംസിന് വെർത്താണോ എന്ന് ചോദിച്ചാൽ അറിയില്ല.
ഒരു പ്രാവശ്യമൊക്കെ വന്ന് ഇങ്ങനെ കണ്ടിട്ടൊക്കെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വൈകിട്ട് പോയതുകൊണ്ട് സൺസെറ്റും കിട്ടി, ഇങ്ങനത്തെ ലൈറ്റ്സും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. രാത്രിയാകുമ്പോൾ ഫുള്ളി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഫയർ ഷോ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കവിടെ ആ ഒരു സ്ഥലത്ത് പോകുമ്പം കാണാൻ പറ്റുമെങ്കിലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ പോയപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഈ വ്യൂസും കാര്യങ്ങളൊക്കെ, ഈ ഒരു ബുർജ് ഖലീഫ വ്യൂവും അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ സംഭവങ്ങളായിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മൾ നേരത്തെ കണ്ട സ്ഥലമായിരുന്നു ഇത് കയറിയപ്പോൾ ഉള്ളത്. അപ്പോൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു വേറൊരു ഭംഗിയായി അത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ നേരത്തെ സ്ലോട്ട് എടുത്തതെന്ന് തന്നെ വെച്ചാൽ നമുക്ക് അവിടെ കയറി കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ 5 to 7 എടുത്തത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇക്കാടെ മാമാടെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്, മാമാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ രാത്രിത്തെ ദുബായിയുടെ കാഴ്ചകൾ. അപ്പം ഇതും ആ ഒരു വേറൊരു ഭംഗിയാണ്. രാത്രി ഫുള്ള് ദുബായ് ലൈറ്റ്സിലൊക്കെ, ബുർജ് ഖലീഫ ആണെങ്കിലും അടുത്തുള്ള എല്ലാം നല്ല വലിയ ടവേഴ്സൊക്കെ ലൈറ്റ്സിലൊക്കെ കാണുമ്പം വേറൊരു ഭംഗിയാണ്. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഫുഡ് വലിയ ഒരു ഗുമ്മില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അധികം കഴിച്ചതുമില്ല. അങ്ങനെ നമ്മൾ ഇക്കാടെ മാമാനെ പിക്ക് ചെയ്ത് നേരെ പോയത് ഓയസിസ് മാളിലോട്ടാണ് കേട്ടോ. അവിടെ ചെന്നൊന്നും ഫുഡ് അടിക്കാൻ തന്നെ നമുക്ക് അടുത്ത ആ മാളായിരുന്നുകൊണ്ട് നമുക്കവിടെ പോയിട്ട് KFCയോ മെക്ഡൊണാൾഡ്സോ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ മാമായും എസുവും ട്വിന്നിങ് ആയിട്ടൊക്കെ നിൽക്കുമായിരുന്നു, സെയിം ഇതൊക്കെ. അങ്ങനെ അത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിൻ്റെ ഫ്രണ്ടിലുള്ള നിപ്പ് കണ്ടാലേ അറിയാം അടുത്ത എന്തോ പണി വരാനാണെന്ന്. അവിടെ കയറി എന്തെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ എല്ലാം അല്പ പൈസയേ ഉള്ളൂ. പിന്നെ യസുവിൻ്റെയും ഫാത്തിമായുടെയും കുറച്ച് ഫോട്ടോയും കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ച് ആ മുട്ടയ്ക്കകത്തൊക്കെ ഇരുന്ന് വിരിഞ്ഞ് വരുന്നതൊക്കെ ഓരോന്നൊക്കെ കാണിച്ച് രണ്ടുപേരുടെയും ഓരോ കുർത്തക്കേടൊക്കെ കാണിച്ച് പിന്നെ അവിടെ നിന്ന് അതിനെയൊക്കെ പൊക്കിയെടുത്ത് നമ്മൾ പിന്നെ KFC വന്ന് നേരെ ഇവിടെ വന്നു. കുറച്ച് KFC ഓർഡർ ചെയ്തു. അങ്ങനെ അത് കഴിച്ചു. അങ്ങനെ കഴിച്ചൊക്കെ ഇരുന്ന് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കുമാണ് അടുത്ത കോമഡി. ഇവിടെ മാള് ഫുള്ള് അടച്ചു. നമ്മൾ വന്ന ലിഫ്റ്റ് ഒന്നും വർക്കാവുന്നില്ല, ഫുള്ളത് ക്ലോസ് ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മോൻ്റെ സ്ട്രോളറും ഉള്ളതുകൊണ്ട് എലവേറ്റർ വഴി ഇറങ്ങാനും പറ്റുന്നില്ലായിരുന്നു. കാരണം ഏറ്റവും ടോപ്പ് ഫ്ലോറായിരുന്നു, 3 നിലയായിരുന്നു. അപ്പം എലവേറ്റർ വഴി ഇതുമായിട്ട് ഇറങ്ങുന്നത് പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും പോയി ഒരു സെക്യൂരിറ്റിയെ കാണിച്ചപ്പോഴത്തേക്ക് സെക്യൂരിറ്റി വന്നു, ഞങ്ങൾ വേറെ ഒരു ലിഫ്റ്റ് ഉണ്ട്, ആ ലിഫ്റ്റിൽ കയറി താഴത്ത് വേഗം പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ആകെ ആ ഉള്ളൊരു ലിഫ്റ്റിൽ വർക്കാവുന്ന ലിഫ്റ്റിൽ കയറി പെട്ടെന്ന് താഴെ ഇറങ്ങി. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ മാള് ഫുള്ള് ലൈറ്റൊക്കെ അടച്ച് ആകെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നമ്മൾ നേരെ ഇറങ്ങി മാമാനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാമക്കാനും ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. മാമാനെ ഇറക്കിയിട്ട് പിന്നെ ഷാമക്കാടത്തൊക്കെ ബൈ ഒക്കെ പറഞ്ഞ് പിന്നെ നമ്മളവിടെ നിന്ന് നേരെ ഇറങ്ങി. അപ്പോഴത്തേക്കും സമയം 1:18 രാത്രി കേട്ടോ. ഇനി നമുക്ക് അങ്ങ് അബുദാബി എത്തണം. പിന്നെ പോകുന്ന വഴി ഒരു പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് അപ്പോഴത്തേക്കും ഇസുവൊക്കെ ഉറങ്ങിയായിരുന്നു കേട്ടോ. രാത്രി നല്ല ലേറ്റ് ആയിരുന്നല്ലോ. പിന്നെ അങ്ങോട്ട് സ്വാഭാവികമായിട്ടും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതായിരുന്നു സംഭവിച്ചത്. ഇതായിരുന്നു ലാസ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.